പ്രാണനായി നീ, പ്രാർത്ഥനയായി അവൾ. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. ഓട്ടോയിൽ നിന്ന് ബാഗും എടുത്ത് ആൻമരിയ പുറത്തിറങ്ങിയപ്പോഴേക്കും കൃഷ്ണൻ ഗേറ്റ് തുറന്നു. മോളെത്തിയോ? ഞാൻ കരുതി രാവിലെ വരൂന്ന്. അങ്ങിളെന്ത് ചെയ്യാ കൃഷ്ണേട്ടാ? ഫോണിൽ തോണ്ടുന്നുണ്ട്. ഞാൻ പോയിക്കോട്ടെ മോളെ, നാളെ ഇച്ചിരി വൈകും. ഭാര്യയും കൊണ്ട് ആശുപത്രിയിൽ പോകണം. സാറിനോട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ. ആൻമരിയ തലയാട്ടി. അയാൾ പോയ ശേഷം അവൾ മുറ്റത്തേക്ക് കയറി ഗേറ്റടച്ച് വീടിനകത്തേക്ക് നടന്നു. മുറിയിൽ ചെന്നപ്പോൾ മുകുന്ദൻ മൊബൈലിൽ എന്തോ വീഡിയോ കാണുകയായിരുന്നു. ആഹാ, അന്നാമെത്തിയോ? ആളെ കണ്ടതും അയാൾ ഫോൺ മാറ്റി ചിരിയോടെ ചോദിച്ചു. അപ്പൊ എനിക്ക് രാത്രി മുഴുവൻ സൊള്ളാൻ ആളായി. കിളവന്റെ പോതിയുള്ളാലോ. അതുപോട്ടെ, മോൻ ലീവിൽ വന്നിട്ട് എനിക്ക് എന്നെ കൊണ്ടുവന്നേ. നിനക്കൊരു ഫുൾ ബോട്ടിൽ വിസ്കി കൊണ്ടുവന്നിട്ടുണ്ട്. ആ, നിങ്ങളുടെ കെട്ടികൾക്ക് കൊണ്ടുകൊടുക്ക്. ഭക്ഷണം കഴിച്ചായിരുന്നോ? ഓ, കൃഷ്ണയുടെ തന്നു. ആൻമരിയ സിറിഞ്ചിൽ മരുന്ന് നിറച്ചു. മോൻ വന്നോണ്ടാവും. മോനയ്ക്കൊരു തെളിച്ചല്ലേ. എന്നിട്ട് ആളെവിടെ? പിന്നെ സന്തോഷം ഉണ്ടാവാണ്ടിരിക്കും അന്നാമേ. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെ നാളുകൾക്ക് ശേഷം കാണുമ്പോൾ മനസ്സങ്ങ് നിറയും. അവനൊന്ന് പത്തനംതിട്ട വരെ പോയതാ, ഫ്രണ്ടിന്റെ അനിയത്തിയുടെ കല്യാണത്തിന്. അയാൾക്ക് ഇഞ്ചക്ഷൻ വെച്ചു. ഇന്നെങ്കിലും നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുമോ വെച്ചേ? ഓ, അതിനുള്ള ഇപ്പൊ കുത്തിവെച്ച്. ആൾ ബ്ലാങ്കറ്റ് എടുത്ത് പുതപ്പിച്ചു. വീട്ടിലെന്താ വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല. അമ്മച്ചി അങ്ങളുടെ കാര്യം തിരക്കിയിരുന്നു. അസുഖമൊക്കെ മാറിയിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. മുകുന്ദൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. കള്ളം പറഞ്ഞ ആ കർത്താവിന് ഇഷ്ടാവില്ലെന്ന് ഇടയ്ക്കിടെ എന്നെ ഉറപ്പിക്കുന്ന ആളാ നീ. ആ നിനക്ക് എങ്ങനെയാ കുട്ടി ഇതുപോലെ കള്ളം പറയാൻ പറ്റുന്നേ? ആൻമരിയ പതറി. അയാൾ അവളെ തന്റെ അരികിലിരുത്തി. 2 ദിവസം ലീവ് എടുത്തിട്ട് നീ വീട്ടിൽ പോവാതെ ഇവിടെ കൂട്ടുകാരിയുടെ മുറി തന്നെ ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. എന്താടീ നിനക്ക് പറ്റിയത്? എത്ര ദിവസമായി അവിടുന്ന്, എത്ര മാസമായി അവിടുന്ന് ഇങ്ങോട്ട് പോന്നിട്ട്? നീ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അവളെ അയാളുടെ മുഖത്ത് പോയി ചിരിച്ചു. എനിക്ക് സംസാരിക്കാനുള്ള ആര് കേൾക്കാൻ? എല്ലാവർക്കും അവരുടേതായ ന്യായീകരണങ്ങളുണ്ടല്ലോ. ഇതാണ് പ്രശ്നം. എടി പൊട്ടി, നീ ഒരു കൊച്ചുകുട്ടിയൊന്നല്ല. നിനക്ക് നിന്റേതായ നിലപാടുകളില്ലേ? അതിലുറച്ചു നിൽക്ക്. മറ്റുള്ളവർക്ക് തട്ടി കളിക്കാനുള്ളതല്ല ജീവിതം. എനിക്കൊന്നിനും വയ്യെങ്കിൽ തൽക്കാലം ഇങ്ങനെയൊക്കെ പോട്ടെ. ഇഞ്ചക്ഷന്റെ ശക്തി അയാളുടെ ശരീരത്തെ കീഴ്പ്പെടുത്തുന്നുണ്ടായിരുന്നു. അങ്ങിൾ ഉറങ്ങിക്കോ. ആ, ഫുഡ് അടുക്കളയിലുണ്ടാവും, കഴിക്കണം. ബാക്കിയുള്ള ഫ്രിഡ്ജിൽ കയറ്റിയേക്ക്. കണ്ണുകൾ അടച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ആൻമരി എഴുന്നേറ്റ് മുറി വിട്ടിറങ്ങി. നേരെ കിച്ചണിൽ ചെന്നു. ആളുടെ ചോറും കറികളും അടച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ കുറച്ചെടുത്ത് കഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ കിച്ചൺ വൃത്തിയാക്കി കുളിച്ച് വസ്ത്രം മാറി തിരികെ മുകുന്ദൻ കിടക്കുന്ന മുറിയിലെത്തി. അയാൾ നല്ല ഉറക്കത്തിലായിരുന്നു. ആ മുറിയിൽ തന്നെയുള്ള സിംഗിൾ ബെഡ് തട്ടിക്കുടഞ്ഞ് അവളും കിടന്നു. പിന്നെ മൊബൈൽ എടുത്ത് വാട്സാപ്പ് തുറന്നു. വിനുവേണ്ടെന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്നും കുറെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഹെഡ്സെറ്റ് കാതിൽ തിരികെ അതിലെ വോയിസ് മെസ്സേജ് അവൾ പ്ലേ ചെയ്തു. എന്റെ മോളെ. സ്നേഹത്തോടെയുള്ള ആ ശബ്ദം കേട്ടപ്പോൾ ആൻമരിയുടെ ഉള്ളിലൊരു നോവിളന്നു. എത്ര നാളായിട്ട് നീ ഒന്ന് വിളിച്ചിട്ട്? ഞങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കുകയില്ല. നിന്റെ മനസ്സ് ശരിയില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാ ബുദ്ധിമുട്ടിക്കാഞ്ഞത്. നീ പോയ പിന്നെ ഒന്നിനൊരു മൂടില്ല. എന്നാലും ഞങ്ങളൊരു വാക്ക് പറയണമെന്ന് എനിക്ക് തോന്നിയില്ലല്ലോ. ആളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ആരുള്ള ദേഷ്യം തീർക്കാൻ എന്നെ മോളെ നീ ഇത്രയും ദൂരെ പോയി ജോലിന്ന്? ഞങ്ങൾ കരുതിയത് നീ ഏതോ വലിയ ഹോസ്പിറ്റലാണെന്ന്. ഇതിപ്പോൾ ഒരു വീട്ടിൽ. ഇതിനാണോടി നീ കഷ്ടപ്പെട്ട് പഠിച്ച്? മതി, നിർത്തിക്കോ. നമുക്കിവിടെ അടുത്ത ഏതെങ്കിലും ഹോസ്പിറ്റൽ നോക്കാം. പിന്നെ മറ്റു കാര്യങ്ങൾ അതിന് ഞങ്ങളൊക്കെ ഇല്ലേ മോളെ? നിനക്ക് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് ഫോൺ വിളിക്കുക, അല്ലെങ്കിൽ അഡ്രസ്സാ, ഞാൻ അങ്ങോട്ട് വരാം. വിറയാർന്ന വിരലുകളാൽ ഞാൻ വിളിച്ചോളാമേട്ടായെന്ന് ടൈപ്പ് ചെയ്ത് അയച്ച ശേഷം അവൾ ഫോൺ മാറ്റിവെച്ചു. പിന്നെ തലയിണയിൽ മുഖം പൊഴുത്തി ശബ്ദം പുറത്തുവരാതെ കരഞ്ഞു തുടങ്ങി. മനസ്സ് പിടിതരാതെ പുറകിലോട്ട് ഓടുകയാണ്, വികൃതിക്കാരനായ ഒരു കുട്ടിയെ പോലെ. ഓർമ്മകൾ ചെന്നിയുന്നത് ബസ് സ്റ്റാൻഡിലാണ്. കൃഷ്ണകൃപ എന്ന പേരുള്ള ബസ്. സുമുഖനായ ഡ്രൈവർ. കാണാൻ സുന്ദരിയായ പെൺകുട്ടിയാണ് അതിലെ കണ്ടക്ടർ. നഴ്സിംഗ് പഠിക്കുന്ന ആൾ മുതൽ അവൾ ആ ബസ്സിലെ യാത്രക്കാരിയാണ്. പിന്നീട് ജോലി കിട്ടിയപ്പോഴും പതിവ് തെറ്റിച്ചില്ല. നൈറ്റ് ഡ്യൂട്ടി അല്ലാത്തപ്പോഴൊക്കെ കൃഷ്ണകൃപ ബസ്സിലായിരുന്നു സഞ്ചാരം. ആദ്യം വേറൊരു കണ്ടക്ടറായിരുന്നു. പിന്നീടാണ് കല്യാണി വന്നത്. ആൾ ബസ്സിലെ ഡ്രൈവറുടെ അനിയത്തിയാണെന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി അത്ഭുതം തോന്നി. റിജിയുടെ പെങ്ങളാ കല്യാണി. അവർക്ക് വേറെ ആരുമില്ല മോളെ. ഒരിക്കലൊരു യുവാചടങ്ങിന് പോയപ്പോൾ ആ ബസ്സിലെ ക്ലീനർ മുരളി അവളോട് പറഞ്ഞു. കൂടുതൽ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് അവൾ തന്നെ ചോദിച്ചതാണ്. അവൻ 5 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. കല്ലുവിനന്ന് മുട്ടിലെഴിയുന്ന പ്രായ. ബന്ധുക്കൾ നിർബന്ധിച്ച് അവരുടെ അമ്മയെ വേറെ കെട്ടിച്ചു വിട്ടു. മക്കളെ കൂടെ കൊണ്ടുപോയില്ലെന്ന നിബന്ധനയിലായിരുന്നു ആ കല്യാണം. പിന്നീട് വളർത്തിയതൊക്കെ അച്ഛൻ്റെ അമ്മയാ. അവർ മരിച്ചോടെ പ്രജി തന്നെയായി കല്ലുവിൻ്റെ എല്ലാം. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അവളെ പഠിപ്പിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ അവൾക്ക് താല്പര്യമില്ല. ഏട്ടൻ മാത്രം അങ്ങനെ കഷ്ടപ്പെടണ്ട, ഒരുമിച്ച് മതിയെന്ന് ഒരേ വാശി. അങ്ങനെയാ കണ്ടക്ടറായിട്ട് നമ്മുടെ ബസ്സിലെത്തിയത്. മുതലാളി സത്യേട്ടന് ഇവർ രണ്ടിനെയും വലിയ കാര്യമാണ്. അയാൾ ചിരിച്ചു.
നമ്മുടെ റൂട്ടിൽ പ്രൈവറ്റ് ബസ്സിൽ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി കണ്ടക്ടർ ആവുന്നത്. ആദ്യമൊക്കെ ആൾക്കാർക്ക് അത്ഭുതമായിരുന്നു, ഇപ്പം സെറ്റായി. അല്ല, നീ എന്തിനാ മോളെ ആരെ കുറിച്ച് അന്വേഷിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ചുമ്മാ രണ്ടാൾക്കിടയിൽ നല്ലൊരു കണക്ഷനുള്ള പോലെ. ഞാൻ ആദ്യം എഴുതിയത് ഇവർ ഹസ്ബൻഡ് വൈഫാണെന്നാ. നീ മാത്രമല്ല, പലരും ചിന്തിച്ച അങ്ങനെയാ. പ്രജി ഒരു പാവത്താനാ, പക്ഷെ കല്ലു അങ്ങനെയല്ല കേട്ടോ. ദേഷ്യവും വാശിയൊക്കെ കൂടുതലാ. സത്യേട്ടൻ എപ്പോഴും പറയും അവൾ ആണും പ്രജി പെണ്ണുമായിട്ട് ജനിക്കേണ്ടതാണെന്ന്. ആൻമരിക്ക് അത് ശരിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആരെയും വകവെക്കാത്ത സ്വഭാവമാണ് കല്യാണിക്ക്. പ്രജീഷ് അധികം സംസാരിക്കുന്ന അവൾ കണ്ടിട്ടില്ല. പിന്നീട് ആ ഏട്ടനെ അനിത്യയും ശ്രദ്ധിക്കുന്ന ഒരു പതിവായി. രാവിലെയും വൈകിട്ടും എന്നും കൃഷ്ണകൃപാ ബസ്സിലാണ് അവൾ യാത്ര ചെയ്യുന്നത്. വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് സ്റ്റാൻഡിലെത്തുമ്പോഴേക്കും ബസ് ഒരു മൂലയിൽ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. സ്ഥിരം യാത്രക്കാരിയായതുകൊണ്ട് തന്നെ ആൾക്ക് കയറിയിരിക്കാനുള്ള അനുവാദമുണ്ട്. അങ്ങനെ ഒരു വൈകുന്നേരം ബസ്സിൽ കയറിയിരുന്നപ്പോഴാണ് കല്യാണി അടുത്തു വന്ന്. എന്താ ഉദ്ദേശം? മുഖവരിയൊന്നുമില്ലാത്ത ചോദ്യം. എന്ത്? ആൻമരിക്ക് കാര്യം മനസ്സിലായില്ല. കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. ചേച്ചി ഇറങ്ങുന്നവർ എന്നെ ഏട്ടനെ മാറി മാറി നോക്കുക. ഏട്ടനെ ലൈൻ അടിക്കാനുള്ള പ്ലാൻ ഉണ്ടോ? അയ്യോ, ഞാനോ? അതെ, മുരളിയേട്ടനോട് ഞങ്ങളെപ്പറ്റി ചോദിച്ചൊക്കെ അറിഞ്ഞു. അത് ഞാൻ വെറുതെ. ആൻമരിയ പരിങ്ങി. കല്യാണി അവിടെ അടുത്തിരുന്നു. അതെ, വളച്ചേട്ടാ, ഞാൻ കാര്യം പറയാം. ഏട്ടന് ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്. ആൻമരിയുടെ മുഖം ചുവന്നു. ചേച്ചി പഠിക്കാൻ പോണ സമയത്ത് മുതൽ ഇഷ്ടമുണ്ടെന്നാ ഞാൻ അറിഞ്ഞ്. എന്നോട് പോലും ആ ദുഷ്ടം മറച്ചു വെച്ചു. 2 ദിവസം മുമ്പ് കുത്തിനെ പിടിച്ച് ചോദിച്ചപ്പോഴാണ് സമ്മതിച്ചേ. ഇനിയും പറഞ്ഞേ ചേച്ചി കൈവിട്ടു പോയാലോ, അതുകൊണ്ടാ ഏട്ടന് വേണ്ടി അനിയത്തി പ്രപ്പോസ് ചെയ്യുന്നത്. അതൊന്നും വേണ്ട, ശരിയാവില്ല, ആൻമരിയ പരിഭ്രമത്തോടെ പറഞ്ഞു. എങ്ങനെയാണ് ഞാൻ ഇനി ബസ്സിൽ വരില്ല. ചേട്ടാ, എന്തു പറ്റി? ഒന്നുമില്ല, കല്യാണി ഏട്ടനോട് പറഞ്ഞേക്ക് ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ കൊണ്ടു നടക്കേണ്ടെന്ന്, പ്ലീസ്. ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ടാണോ അതോ ആരും ഇല്ലാത്തവരായതുകൊണ്ടോ? അല്ല. ആൻമരിയ വേദനയോടെ അവളെ നോക്കി. പ്രണയം എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല കല്യാണി, അതിന് താല്പര്യമില്ല. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. കല്യാണി കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. പിന്നെ അവളുടെ കയ്യിൽ പിടിച്ചു. ശരി, അത് മറന്നേക്ക്, പക്ഷെ ബസ്സിൽ വരാതിരിക്കരുത്, അപേക്ഷയാ. അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അന്ന് യാത്രയിൽ ആൻമരിയെ രണ്ടാളെയും നോക്കിയതേയില്ല. സീറ്റിൽ കണ്ണടച്ച് ചാരിയിരുന്നു നാട്ടിലെത്തുന്നവരെ. ബസ് ഇറങ്ങി വേഗത്തിൽ നടക്കുമ്പോൾ തന്നെ കടന്നുപോയ ബസ്സിനുള്ളിൽ നിന്നും കല്യാണി സങ്കടത്തോടെ നോക്കുന്നവൾ കണ്ടില്ലെന്ന് അടിച്ചു. ഇരുവശവും കശുമാവിൻ തോട്ടമുള്ള റോഡിലൂടെ കുറച്ചു നേരം നടക്കുമ്പോൾ ഒരു ഓട്ടോ അവൾക്കരികിൽ ബ്രേക്കിട്ട് നിന്നു. അതാരുടെയാണെന്നും എന്തിനാണ് നിർത്തിയെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ആലോചിച്ച് നിൽക്കാതെ അവൾ അതിൽ കയറി. എന്തു പറ്റി എന്നെ മോളെ, മോക്ക് വല്ലാണ്ടിരിക്കുന്നല്ലോ, സുഖമില്ലേ? ഓട്ടോ ഓടിച്ചുകൊണ്ട് വിനോദ് ചോദിച്ചു. ഏയ് ഒന്നുമില്ല ഏട്ടാ, ഇന്ന് ജോലി കൂടുതലായിരുന്നു, അതാവും. അവൾ ചിരിക്കാൻ ശ്രമിച്ചു. കള്ളം പറയാൻ പണ്ടേ ഇഷ്ടമല്ല, അതും തന്നെ സ്നേഹിക്കുന്നവരോട്. നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ ശ്രമിക്കാം, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അതൊന്നും വേണ്ട, ജോലിക്ക് അറിയതല്ലേ ഉള്ളൂ, 1-2 വർഷം ഇങ്ങനെ പോട്ടെ ഏട്ടാ. സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ നീ? ഇപ്പൊ നന്നായി മെലിഞ്ഞ പോലെ. ഇന്നലെ അവസ്ഥയിൽ പറയുന്നുണ്ടായിരുന്നു അനമോൾ ക്ഷീണിച്ചെന്ന്. ഇക്കയോട് പറ എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന്. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ഓട്ടോ റോഡരികിലെ നൈറ്റ് റൈഡേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന ബോർഡ് വെച്ച് കെട്ടിടത്തിന് മുമ്പിൽ നിന്നു. അതിനു മുന്നിൽ തന്നെ 3-4 ചെറുപ്പക്കാർ ഇരിപ്പുണ്ട്. അബി, കളി തുടങ്ങാറാടാ. ആ, നിങ്ങളെ കാത്തിക്കുന്നു കേട്ടോ. എടാ, ഞാനേ അന്നമോളെ വീട്ടിലിറക്കിയിട്ട് വരാം, നിങ്ങൾ സ്റ്റെമ്പ് അടിച്ചു വെച്ചോ. അന്നമോ, ഇപ്പൊ നമ്മളെയൊന്നും മൈൻഡില്ലാതായല്ലേ? ഏറ്റവും പുറകിൽ നിന്ന് ചെറുപ്പക്കാരൻ വിളിച്ചു ചോദിച്ചു. ഇപ്പൊ അങ്ങനെയായോ? ഞാൻ ഇന്നലെ കൂടി സജിയുടെ വീട്ടിൽ വന്നിരുന്നു. നിങ്ങളല്ലേ ബിസി? ആൾ മുഖം വീർപ്പിച്ചാണ് നോക്കി. ആ പെടങ്ങല്ലേ, ചുമ്മാ പറഞ്ഞ. നീ കളിക്കാൻ കൂടുന്നോ? എന്നിട്ട് വേണം അമ്മച്ചിനെ കൊല്ലാൻ, ഞാനില്ലേ. ആൻമരിയ തൊഴുതു. എടാ, കൊച്ചിന് വൈകും, ഞാൻ വിട്ടിട്ട് വരാം. വിനോദ് ഓട്ടോ മുന്നോട്ടെടുത്തു. വായട്ടാ, ചായ അടിച്ചിട്ട് പോവാം. വീണ്ടും മുമ്പിലെത്തിയപ്പോൾ ആൾ ക്ഷണിച്ചു. ഇപ്പൊ വേണ്ട മോളെ, മേരി ചേച്ചില്ലേ ഇവിടെ? അമ്മച്ചി അപ്പുറത്തെ വീട്ടിലുണ്ടാവും. ശരി, ഞാൻ പോട്ടെ. ഓട്ടോ കണ്ണിൽ നിന്ന് മറയുന്നവരെ ആൻമരിയ നോക്കി നിന്നു. പിന്നെ വീട്ടിലേക്ക് കയറി. അയൽപ്പക്കത്ത് നിന്നും അമ്മച്ചി ഉറക്കെ സംസാരിക്കുന്നവൾ കേട്ടു. ലീലേച്ചിയുടെ വീടാണത്. ലീലേച്ചി കേൾവിക്കുറവുകളുണ്ട്, ഉറക്കെ സംസാരിക്കണം. അമ്മച്ചിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയാണ് ലീലേച്ചി. വർഷങ്ങൾക്ക് മുമ്പ് 8ാം ക്ലാസ്സുകാരിയുടെ കൈ പിടിച്ച് ആ നാട്ടിൽ വന്നു കയറി അന്നു മുതൽ തുടങ്ങിയ ആത്മബന്ധം. പ്രണയിച്ച പുരുഷന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ച അന്ന് അമ്മച്ചിക്ക് എല്ലാവരെയും നഷ്ടപ്പെട്ടു. ഒടുക്കം താലിയെട്ടിയവൻ മരിച്ചതോടെ ആ നഷ്ടം പൂർത്തിയായി. അപ്പന് നാടുമടുത്തതിനാൽ അവിടുത്തെ വീണു സ്ഥലം വിറ്റാണ് ഇങ്ങോട്ട് വന്ന്. അന്നു മുതൽ അമ്മച്ചിക്ക് എല്ലാവരെയും ഭയമാണ്. ലീലേച്ചിയും ഭർത്താവ് രാജേട്ടനും ഒഴികെ. ഏറ്റവും ഭയം നൈറ്റ് റൈഡേഴ്സ് ക്ലബിലെ ചെറുപ്പക്കാരെയായിരുന്നു. അതിന് കാരണവുമുണ്ട്. വീട്ടിലേക്ക് വരാനുള്ള വഴി ക്ലബിന്റെ മുന്നിലൂടെയാണ്. എപ്പോഴും അവിടെ അംഗങ്ങൾ ആരെങ്കിലും ഇരിക്കുന്നുണ്ടാവും. താനെ ധരിച്ച പിള്ളേരാ മേരി, ഒറ്റ എണ്ണം മര്യാദക്ക് പണിക്ക് പോയില്ല, എന്നിട്ട് കള്ളൂടി ആരുടെങ്കിലും മെക്കിട്ട് കയറലുവാ. ആ നാട്ടിൽ വന്നതിന്റെ അടുത്ത ദിവസം ലീലേച്ചി അമ്മച്ചിയോട് പറഞ്ഞ് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പിള്ളേർ കോളേജിലും സ്കൂളിലൊക്കെ പോകുന്ന നേരം ആ മാറ്റൊരു നോട്ടുണ്ട്. നമുക്ക് എന്നെ എന്തോ പോലെ തോന്നും. ഇവരെ പേടിച്ച് ആരൊന്നും മിണ്ടാത്ത. നിന്നോട് പറഞ്ഞതേ ഉള്ളൂ, ആമാരോട് അധികം അടുപ്പൊന്നും കാണിക്കണ്ട. ലീലേച്ചി കുത്തിവെച്ച ഭയം പിന്നീട് വല്ലാതെ അലട്ടി. അപ്പൻ്റെ നാട്ടിൽ ഇങ്ങനെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു.
ലീലേച്ചി പറഞ്ഞ് ശരിയാണെന്ന് കുറെ നാൾ വിശ്വസിച്ചു. എന്നും സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും അതിനു മുന്നിൽ ആൾക്കാരുണ്ടാവും. തന്നെ കാണുമ്പോൾ അവർ സംസാരം നിർത്തി തുറച്ചു നോക്കും. ക്ലബിന് മുന്നിലെത്തുമ്പോൾ നടത്തതിന്റെ വേഗത കൂട്ടാറാണ് പതിവ്. അമ്മച്ചി ഒരു സീ ഫുഡ് കമ്പനിയിൽ ജോലി കയറിയതോടെ പിന്നീട് ഒരുമിച്ചായ യാത്ര. തന്നേക്കാൾ പേടി അമ്മച്ചിക്കായിരുന്നു. ഒരിക്കൽ ക്ലബിന് മുമ്പിലെത്തിയപ്പോൾ അവിടുന്ന് ഒരാൾ എന്തോ വിളിച്ചു ചോദിച്ചു. അമ്മച്ചി തിരിഞ്ഞ് അയാളെ ദഹിപ്പിക്കുന്ന പോലെ നോക്കി. ആരോടും വഴക്കിടാനൊന്നും അമ്മച്ചിക്ക് അറിയില്ലായിരുന്നു. വീട്ടുകാർ ഉപേക്ഷിച്ച ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സാധു. ഇനിയോ അമ്മാരെന്തേലും പറഞ്ഞ ഞാൻ കേസ് കൊടുക്കും, ഉറപ്പാ, അമ്മച്ചി ശപഥം ചെയ്തു. പക്ഷേ കുറച്ചു നാൾക്കുള്ളിൽ എല്ലാം മാറി മറിഞ്ഞു. വൈകിട്ട് സ്കൂൾ വിട്ടാൽ ആൻമരിയ നേരെ മേരി ജോലി ചെയ്യുന്ന സീ ഫുഡ് കമ്പനിയിൽ പോയിരിക്കുകയാണ് പതിവ്. കാരണം അവർക്ക് 5 മണി വരെ ജോലിയുണ്ട്. രാവിലെ ഒരുമിച്ച് പോകാനായി അമ്മയുടെ കൂടെ ഇറങ്ങുന്ന ആൻമരിയ ക്ലാസ് തുടങ്ങിയതിന് മണിക്കൂറുകൾ മുമ്പ് സ്കൂളിലെത്തി വെറുതെ ഇരിക്കണം. എല്ലാ നൈറ്റ് റൈഡേഴ്സ് ക്ലബിലെ ചെറുപ്പക്കാരെ പേടിച്ചിട്ട്. ഒരു ദിവസം വൈകിട്ട് മേരിയുടെ കൂടെ തിരിച്ചു വരികയായിരുന്നു ആൻമരിയ. ക്ലബിന് മുമ്പിലെത്തിയപ്പോൾ പതിവ് പോലെ കുറെ ആളുകളുണ്ട്. അവരെ ഗൗനിക്കാൻ നടക്കാൻ തുനിയവയാണ് ഒരാൾ മുന്നിൽ വന്നിന്ന്. കൂടെ മറ്റുള്ളവരും. മേരിയുടെ ഹൃദയമിടിപ്പ് കൂടി. അവർ ചുറ്റും നോക്കി. അടുത്തെങ്ങും വേറെ ആരുമില്ല. ആൻമരിയയും അതേ അവസ്ഥയിലായിരുന്നു. കുറെ നാളായാലും ഇവിടെ എത്തുമ്പോൾ അമ്മയും മോൾ ഓടുന്നു. ശരിക്കും നിങ്ങളുടെ പ്രശ്നം എന്താ? അയാൾ പരുഷമായ ശബ്ദത്തിൽ ചോദിച്ചു. ആൻമരിയ അയാളെ നോക്കി. കൂട്ടത്തിൽ പ്രായക്കൂടുതൽ അയാൾക്കാണെന്ന് തോന്നുന്നു. കാവിലുങ്കിയും കാക്കി ഷർട്ടുമാണ് വേഷം. നെറ്റിയിൽ ഭസ്മക്കുറി. വഴിമാറ്. മേരി ധൈര്യം സംഭരിക്കാൻ ശ്രമിച്ചു. മാറാലോ, പക്ഷെ ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. മേരി ചേച്ചിക്ക് ഞങ്ങളെ പേടിയാണോ? അവരതിന് ഉത്തരം പറഞ്ഞില്ല. അയാൾ ആൻമരിയെ നോക്കി. മോൾക്കോ? അതെ, അവൾ സത്യസന്ധമായി പറഞ്ഞു. അതെന്തിനാ പേടിക്കുന്നത്? ഏട്ടന്മാർ ചീത്തയാണെന്ന് ലീലേച്ചി പറഞ്ഞു. അവൾക്കൊന്നും ഒളിക്കാൻ തോന്നിയില്ല. അയാൾ പൊട്ടിച്ചിരിച്ചു. കൂടെ മറ്റുള്ളവരും. വേറെന്തൊക്കെ പറഞ്ഞു? ചിരിയടങ്ങിയപ്പോൾ അയാൾ വീണ്ടും ചോദിച്ചു. നിങ്ങളാരും പണിക്ക് പോകാറില്ലെന്നോ, കള്ളുടിക്കൊന്നൊക്കെ? മേരി തടയും മുമ്പ് ആളുള്ളതൊക്കെ വിവരിച്ചു. രണ്ടാളും വന്നേ. അയാൾ ക്ലബിന് നേരെ നടന്നു. പക്ഷേ മേരി ആൻമരിയും അവിടെ തന്നെ നിന്നതേയുള്ളൂ. ചെല്ലി ചേച്ചി, നിന്നതിനെയും വൈകും, കൂട്ടത്തിലൊരു ചെറുപ്പക്കാരൻ നിർബന്ധിച്ചു. ഒടുക്കം വരുന്ന വരട്ടെ എന്ന് കരുതി മേരി അവളുടെ കൈ പിടിച്ച് അങ്ങോട്ട് ചെന്നു. എന്നെ എന്ത് വേണേലും ചെയ്തോ, ചോദിക്കാനും പറയാനും ആരുമില്ല, പക്ഷെ എന്റെ മോളെ ഉപദ്രവിക്കരുത്. നിറമിഴികളോടെ മേരി കൈകൂപ്പി. ആ യുവാവ് അവരെ കുറച്ചേരം സാധാപത്തോടെ നോക്കി. കഷ്ടം തന്നെ, ഞാൻ നിങ്ങളെ ചേച്ചി എന്നല്ലേ വിളിച്ചത്. ആ എന്നോടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ആരോ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടാ ചേച്ചിക്ക് മോൾക്ക് ഞങ്ങളെ പേടിയെന്ന് മനസ്സിലായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞു. കുറച്ചൊക്കെ സത്യ, ഞങ്ങൾ കള്ള കുടിക്കാറുണ്ട്. ഞാൻ ഓട്ടോ ഡ്രൈവറാ, ഇവൻ പെയിന്റിങ്, മറ്റവന് ടൈൽസിന്റെ. ഞങ്ങളൊക്കെ കൂലിപ്പണിക്കാരാ. ചിലപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസം പണി ഉണ്ടാവില്ല. എന്ന് വെച്ച് ഞങ്ങൾ മനുഷ്യനെ പിടിച്ചെന്നാറൊന്നുമില്ല. ഈ കെട്ടിടയിരിക്കുന്ന സ്ഥലത്തിന്റെ പുറകുള്ള പറമ്പ് ലീലേച്ചിയുടെ അച്ഛന്റെ കുടുംബ സ്വത്താ. അതിർത്തിയുടെ പേരിൽ ഞങ്ങൾ ലീലേച്ചി കുറച്ചു കാലം മുമ്പ് ഒരു പ്രശ്നം നടന്നു. അവർ ഞങ്ങളുടെ പേരിൽ പോലീസിൽ പരാതി കൊടുത്തു. പക്ഷെ പോലീസുകാർക്ക് സത്യം മനസ്സിലായി. അന്ന് തൊട്ട് ലീലേച്ചി ഞങ്ങളെ കണ്ടുകൂടാ. ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല. അമ്മയുടെ പ്രായമുള്ള സ്ത്രീയല്ലേ. നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ഇവിടെ മറ്റാരുടെങ്കിലും അന്വേഷിച്ചോ? മേരി മിണ്ടിയില്ല. ഇല്ല എന്നാണ് സത്യം. ആ, അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ തെറ്റിദ്ധാരണ ഉണ്ടാവില്ലായിരുന്നു. സാരമില്ല, എൻ്റെ പേര് വിനോദ്, ഇത് അഫ്സൽ, മറ്റേത് സജി, പുറകിൽ നിൽക്കുന്ന നാബി. ഇനി 5-6 പേരുണ്ട്. ജോലിക്ക് പോയിരിക്കുക. ഞാനും ജോലിയിലായിരുന്നു. നിങ്ങളെ കാണാൻ വേണ്ടി നേരത്തെ വന്നാ. വിനോദ് കെട്ടിടത്തിന്റെ വലതുവശത്തെ ഡോർ വന്നു. അതിനകത്ത് പുത്തൻ സൈക്കിൾ. ലോക്ക് മാറ്റി ചാവി അയാൾ ആൻമരിയുടെ നേരെ നീട്ടി. ഇത് മോൾക്കുള്ള? എനിക്കോ? അവൾ അന്തം വിട്ടു. അതേലോ, മോൾക്ക് സൈക്കിൾ ഓടിക്കാനൊക്കെ ആഗ്രഹമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. 2 ദിവസം മുമ്പ് സ്കൂളിൽ വെച്ച് കൂട്ടുകാരോട് ഒരു റൗണ്ട് വരുമെന്ന് ചോദിച്ചിട്ട് അവൾ തന്നില്ലല്ലോ. ഇനി ആരോടും കടം ചോദിക്കണ്ട, സ്വന്തം സൈക്കിൾ കൊണ്ട് പോയാൽ മതി. ആൻമരിയ ഞെട്ടി. സത്യമാണ്. കൂട്ടുകാരി ജിതിനയോട് ഗ്രൗണ്ടിലൂടെ ഒരു തവണ ഓടിച്ചോട്ടെ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ തന്നില്ല. നിലത്ത് വീണാൽ അമ്മ തല്ലുമെന്നായിരുന്നു അവൾ പറഞ്ഞത്. അതിവരെങ്ങനെ അറിഞ്ഞു? മോളുടെ സ്കൂളിലെ മാധവി ടീച്ചർ ഈ സജിയുടെ അമ്മയാ. ടീച്ചർ ഇതൊക്കെ ഇവനോട് പറഞ്ഞു. അപ്പോൾ എടുത്ത തീരുമാനമാണ്. ഏയ്, ഇതൊന്നും വേണ്ട, മേരി എതിർത്തു. അതിനിത് ചേച്ചിക്കല്ല, എൻ്റെ മോൾക്കാ. അവൾ വീണ്ടും ഞെട്ടി. കാരണം അവൾ അങ്ങനെ വിളിക്കുന്നത് അമ്മ മാത്രമായിരുന്നു. ചേച്ചി, ഈ നാട്ടിൽ പുതുതായിട്ട് ഒരാൾ താമസിക്കാൻ വരുമ്പോൾ ഞങ്ങൾ അവരെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട്. വെറുതെ ഒരു കൗതുകം. നിങ്ങളെക്കുറിച്ചും അന്വേഷിച്ചു. എല്ലാം ഞങ്ങൾക്കറിയാം. ഈ കുട്ടിയെ രാവിലെ ഇത്ര നേരത്തെ സ്കൂളിൽ കൊണ്ടുവിടുന്നു, വൈകിട്ട് ഇതുപോലെ കൊണ്ടുവന്നു. ഞങ്ങൾ പേടിച്ചാണെന്ന് അറിഞ്ഞപ്പോൾ നല്ല വിഷമം തോന്നി ഞങ്ങൾക്ക്. അതാ പിടിച്ചിർത്തി സംസാരിച്ച്. വിനോദ് സൈക്കിൾ ലോക്കിൻ്റെ കീ ആൻമരിയുടെ വലതുകയിൽ വെച്ചു കൊടുത്തു. നാളെ മുതൽ മോള് സമയമാകുമ്പോൾ സ്കൂളിൽ എത്തിയാൽ മതി കേട്ടോ. തിരിച്ചു നേരെ ഇങ്ങോട്ട് വരണം. അമ്മച്ചിയെ കാത്തുക്കണ്ട. ഇവിടെ ഒന്ന് കളിക്കാനൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് 5 വീടപ്പുറം അമ്പലത്തിൻ്റെ അടുത്താ സജിയുടെ വീട്. മാധവി ടീച്ചർ എനിക്ക് ട്യൂഷൻ എടുക്കും. അതൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. വീട്ടിൽ വരിക, വല്ലം കഴിക്കുക, ട്യൂഷന് പോവുക. 8ാം ക്ലാസ് അല്ലേ, ഒത്തിരി പഠിക്കാനുണ്ടാവും. അതിനു വേണ്ടി സൈക്കിള്, മനസ്സിലായോ? അവൾ സന്തോഷത്തോടെ തലകുലുക്കി. വിനോദ് ഒരു പേപ്പറിൽ തന്നെ ഫോൺ എഴുതി മേരിയുടെ നേരെ നീട്ടി. ഏത് പാതിരാത്രിക്കും ധൈര്യമായിട്ട് വിളിക്കാം. മകളെയും കൊണ്ട് തനിച്ചു കഴിയുന്ന ഒരമ്മ ഈ നാട്ടിൽ വേറെ ഇല്ല. അതുകൊണ്ടാണ് ഈ സ്നേഹവും ബഹുമാനവും.
ഇനി ഞങ്ങൾ സംശയമാണെങ്കിൽ ചേച്ചി പൊക്കോ. ആൾ കുറച്ചേരം അനങ്ങിയില്ല. പിന്നെ ആ പേപ്പർ വാങ്ങി. അവരുടെ കണ്ണുനീരറോ പൊട്ടിയത് ഭയത്തിന് പകരം സന്തോഷവും അതോടൊപ്പം കുറ്റബോധവും കൊണ്ടായിരുന്നു എന്ന് മാത്രം. ആൻമരിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അപ്പൻ മരിച്ച ശേഷം ആദ്യമായിട്ടാണ് ഒരു സമ്മാനം കിട്ടുന്നത്. അത് ഒരുപാട് ആഗ്രഹിച്ച പോലെ സൈക്കിൾ. അമ്മച്ചിയുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ട് ആ സ്വപ്നം അടക്കി വെച്ചതാണ്. ഇപ്പോഴിതാ തങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറെ ആളുകൾ ചേർന്ന് സാധിപ്പിച്ച് തന്നിരിക്കുന്നു. വിനോദ് വാത്സല്യത്തോടെ അവളുടെ തലയിൽ തഴുകി. നന്നായി പഠിക്കണം, നല്ല നിലയിലെത്താം, എന്താവശ്യങ്ങളിലൂടെ ഒന്ന് പറഞ്ഞു. 11 ഏട്ടന്മാരുണ്ട് അന്ന മോൾക്ക്. അയാൾ അവിടെ കണ്ണുകൾ തുടച്ചു. പിന്നെ സൈക്കിൾ റോഡിലേക്ക് ഇറക്കി. ആൻമരിയ സൈക്കിളിലേക്ക് കയറിയിരുന്നു. എന്നാ വിട്ടോ, പതിയെ പോയാൽ മതി, അമ്മച്ചി പുറകെ വന്നോളൂ. അവരെല്ലാവരെയും നോക്കി നന്ദിയോടെ പുഞ്ചിരിച്ചു. പിന്നെ സൈക്കിൾ പതുക്കെ ചവിട്ടി തുടങ്ങി. ചേച്ചി കയറി, ഞാൻ കൊണ്ടുവിടാം. വിനോദ് ഓട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നു. അതൊന്നും വേണ്ട വിനോദേ. സാരമില്ല, കയറിക്കോ, എനിക്ക് ആ ഭാഗത്തുനിന്നൊരു ഓട്ടോ ഉണ്ട്. വീണ്ടും നിർബന്ധിച്ചപ്പോൾ മേരി ഓട്ടോയിൽ കയറി. ആൻമരിയുടെ സൈക്കിളിന് പിറകെ നിശ്ചിത അകലം വിട്ട് ഓട്ടോയും വീട് ലക്ഷ്യമായി സഞ്ചരിച്ചു തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ഒരിക്കലും മേരിക്കും ആൻമരിയയ്ക്കും ഞങ്ങൾ ആരുമില്ലാത്തവരാണെന്ന് തോന്നൽ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഒരു ഫോൺ കോളിനപ്പുറം ഓടിയെത്താൻ കുറെ ചെറുപ്പക്കാരുണ്ടായിരുന്നു. ആ ക്ലബിനെ കുറിച്ച് മറ്റു നാട്ടുകാരോട് മേരി അന്വേഷിച്ചു. പ്രായത്തിൻ്റെതായ ഒരുപാട് കുരുത്തക്കേടുകളുണ്ടെങ്കിലും ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്നവരെ കുറിച്ച് ആരും മോശം പറഞ്ഞില്ല. വിവാഹം, മരണം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ പൈസ വാങ്ങാതെ വീട് പണിയാൻ സഹായിക്കാൻ, അങ്ങനെ തുടങ്ങിയ എല്ലാത്തിനും അവർ മുമ്പിലുണ്ടാവും. പുതിയതായി ആർക്കും ക്ലബിൽ അംഗത്വം കൊടുക്കാറില്ല. വെറും 11 പേർ മാത്രം. കുട്ടികൾ കൂടെ ചേർക്കാത്ത മദ്യപാനശീലം കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയാണെന്നാണ് അവരുടെ ന്യായം. പക്ഷേ ക്രിക്കറ്റും ഫുട്ബോളും വോളിബോളും ഒക്കെ കളിക്കാൻ അവർക്കൊപ്പം പ്രായഭേദമന്യേ ഒരുപാട് ആളുകളുണ്ടാവും. ക്ലബിന്റെ സ്ഥലം വിനോദിന്റെയാണ്. അയാൾ തന്നെയാണ് അതിന്റെ സ്ഥാപകനും. അയാൾ എന്തു പറഞ്ഞാലും മുന്നും പിന്നും നോക്കാതെ ബാക്കി 10 പേരും അനുസരിക്കും. രാഷ്ട്രീയത്തിലൊക്കെ സജീവമായിരുന്ന വിനോദ് കുറച്ചുനാൾ ജയിലിൽ കിടന്നോടെ എല്ലാം മതിയാക്കി ക്ലബും ജോലിയുമായി ഒതുങ്ങിക്കൂടുകയായിരുന്നു. ആൻമരിയ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അവരുടെയൊക്കെ പൊന്നോമനയായി മാറി. ആദ്യ ദിവസങ്ങളിൽ അവൾ ഏട്ടന്മാരോടൊപ്പം ക്രിക്കറ്റ് കളിക്കാൻ പോകും. തന്റെ ദേഹത്ത് ബോൾ കൊള്ളാതിരിക്കാൻ അവർ ശ്രദ്ധിച്ച് കളിക്കുന്നൊക്കെ അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒരിക്കലും കിട്ടിയിട്ടില്ലാത്ത സ്നേഹവും കരുതലുമെല്ലാം അവൾ ആവോളം ആസ്വദിച്ചു. അവളുടെ കുറുമ്പുകൾക്ക് മുമ്പിൽ എന്നും തോറ്റു കൊടുക്കുന്ന ഏട്ടന്മാർ. ലീലക്ക് മാത്രമായിരുന്നു ഇതിലൊരു അതൃപ്തി. അവരത് പലപ്പോഴും മേരിയോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ മേരി മറുപടി ഒരു പുഞ്ചിരിയിൽ ഒതുക്കി. ലീലയുമായുള്ള സൗഹൃദം കളയാൻ അവർ ആഗ്രഹിച്ചില്ല. ഈ ഒരു കാര്യത്തിലൊഴികെ മേരി ലീലയും സഹോദരങ്ങളെ പോലെയാണ് ജീവിക്കുന്നത്. സ്കൂൾ പഠനം കഴിഞ്ഞ് നഴ്സിംഗ് ആണ് തെരഞ്ഞെടുത്തെങ്കിലും ആൻമരിയ നൈറ്റ് റൈഡേഴ്സിന്റെ ഡോക്ടർ കൂടിയാണ്. എന്താ സുഖലക്ഷണങ്ങൾ വന്നാലും ആദ്യം ഫോൺ ചെയ്യുന്ന അവളെ ആയിരിക്കും. പഠിച്ച് ജോലി കിട്ടിയതിനു ശേഷവും അങ്ങനെ തന്നെ. വർഷങ്ങൾക്കിപ്പുറവും ആ സ്നേഹബന്ധം അതുപോലെ തുടരുന്നു. നീ എന്താടി സ്വപ്നം കാണുവാണോ? മേരിയുടെ ചോദ്യം കേട്ട് ആൻമരിയ തിരിഞ്ഞു. കയ്യിലിരുന്ന പ്ലേറ്റ് അവർ അവൾക്ക് നൽകി. എന്താ ഇത്? കുറച്ച് പഴുത്ത മാങ്ങയാ ലീലേച്ചി അന്ന. അമ്മച്ചി കഴിച്ചോ? ഞാൻ അവിടുന്ന് കഴിച്ചു. നീ നടന്നാണോ വന്നേ? അല്ല, വിനോദേട്ടൻ കൊണ്ടുവിട്ടു. ആൾ സ്റ്റൂളിരുന്ന് മാങ്ങ കഴിച്ചു തുടങ്ങി. നിന്റെ കൊച്ചച്ഛൻ വിളിച്ചിരുന്നു. മിക്കവാറും ഞായറാഴ്ച അവരിങ്ങോട്ട് വരും. മേരി സന്തോഷത്തോടെ പറഞ്ഞു. ആണോ? അതേടി, ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അയ്യോ, എനിക്ക് ഞായറാഴ്ച ഓഫില്ലല്ലോ അമ്മച്ചി. എങ്ങനെയെങ്കിലും ലീവ് എടുക്ക്. ബെന്നിയും സലോമിയും ആദ്യമായിട്ട് വരുമ്പോൾ നീ ഇവിടെ ഇല്ലാതെ എങ്ങനെയാ? വിനോദിനോടോ മറ്റു പിള്ളേരോടോ പറഞ്ഞിച്ചിരി ബീഫും പോർക്കും എല്ലാം മേടിക്കണം. ആൻമരിയുടെ അപ്പൻ ജോഷിയുടെ അനിയനാണ് ബെന്നി. സലോമിയയുടെ ഭാര്യയും. ജോഷി മേരിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചോടെ ബന്ധങ്ങളൊക്കെ അകന്നു. അയാളുടെ മാതാപിതാക്കൾ തങ്ങൾക്ക് ഇങ്ങനെ ഒരു മകനില്ലെന്ന് വരെ പ്രഖ്യാപിച്ചു. ജോഷി മരിച്ചപ്പോൾ പോലും ആരും കാണാൻ വന്നില്ല. വർഷങ്ങൾക്കിപ്പുറം ദീർഘകാല അയർലൻഡിൽ ജോലി ചെയ്യായിരുന്ന ബെന്നിയും ഭാര്യയും നാട്ടിൽ സ്ഥിരതാമസമാകാൻ തീരുമാനിച്ചു. കുടുംബത്തിലാകെ ബാക്കിയുള്ള ചേട്ടന്റെ ഭാര്യയും മകളെയും കാണാൻ അയാൾക്ക് ആഗ്രഹം തോന്നി. ഇത്രയും വർഷം അകറ്റി നിർത്തിയുള്ള കുറ്റബോധവും ഉണ്ടായിരുന്നു. നാട്ടിലെത്തിയ ശേഷം അയാൾ ഇവിടുന്ന് ഫോൺ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ച് സംസാരിച്ചു. അന്ന് തൊട്ട് ആറ് വരുന്ന കാത്തിരിക്കുകയാണ് മേരി. കാരണം ആർക്കും വേറെ ബന്ധുക്കളാരുമില്ല. നോക്കട്ടെ അമ്മച്ചി, കൊച്ചിന്റെ മക്കളൊന്നും വരുന്നില്ലേ? ഏയ്, അവർക്ക് കേരളത്തോട് തീരെ താല്പര്യമില്ല. രണ്ടാളും മതാമാരെയും കെട്ടി അവിടെ തന്നെ കൂടി. ബെന്നിക്കും സലോമിക്കും പക്ഷെ മടുത്തു. അതാ തിരിച്ചു വരുന്നത്. ഇനി തറവാട്ടിൽ തന്നെ കഴിയാനാ പ്ലാന്. സലോമി നിന്റെ സൈസൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഡ്രസ്സ് വാങ്ങിക്കാനായിരിക്കും. എനിക്കൊന്നും കിട്ടിയില്ലേലും വേണ്ട. എൻ്റെ അമ്മച്ചി ഹാപ്പിയാണല്ലോ, അത് മതി. ഇനി ബന്ധുക്കളൊക്കെ കിട്ടുമ്പോൾ എന്നെ വേണ്ടാതാവോ? പോടി അവിടുന്ന്. ആ ഒരു ആൻമേരിയുടെ തോളിൽ പതിയെ അടിച്ചു. നീ പോയി കുളിച്ച്. ആശുപത്രിയിൽ രോഗികളുടെ ഇടയിലൂടെ രാവിലെ തൊട്ട് നടക്കുന്ന വന്ന വാടക കുളിച്ച് ഡ്രസ്സ് മാറാൻ നിന്നോട് ദിവസവും പറയണം. ദാ പോവുക. ദേഷ്യപ്പെടില്ലേ മേരിക്കുട്ടി? പ്ലേറ്റിൽ അവശേഷിച്ച മാങ്ങ അവളവരുടെ വായിൽ വെച്ചുകൊണ്ട് തന്നെ മുറിയിലേക്ക് നടന്നു. അന്ന് രാത്രി കിടക്കുമ്പോൾ കല്യാണി പറഞ്ഞതായിരുന്നു അവളുടെ മനസ്സിൽ. പ്രജീഷിന് തന്നോട് ഇഷ്ടമാണ് പോലും. ആ ബസ്സിൽ സ്ഥിരമായി യാത്ര ചെയ്യാറുണ്ടെന്നല്ലാതെ പ്രണയം തോന്നാൻ മാത്രം
താനൊന്നും ചെയ്തില്ലല്ലോ. അവനോട് ഇന്നുവരെ അങ്ങനെ ഒരു വികാരം തോന്നിയിട്ടില്ല. അവനോടെന്നല്ല, മറ്റാരോടും ഒരിക്കലും ആ താല്പര്യം വന്നിട്ടില്ല. അപ്പനും നൈറ്റ് റൈഡേഴ്സിലെ ഏട്ടന്മാരും മാത്രമാണ് മനസ്സിലിടം നേടിയ ആണുങ്ങൾ. അവിടെങ്ങും പ്രജീഷ് എന്ന ബസ് ഡ്രൈവർ ഉണ്ടായിട്ടേയില്ല. അനിയത്തിയോടുള്ള അവന്റെ സ്നേഹം കാണുമ്പോൾ ഈ നാട്ടിലെ രക്തബന്ധമില്ലാത്ത തന്റെ ഏട്ടന്മാരെ ഓർമ്മ വരാറുണ്ട്. ഇനി ആ ബസ്സിൽ എങ്ങനെ യാത്ര ചെയ്യും? എങ്ങനെ അവന്റെ മുഖത്തേക്ക് നോക്കും? ആൾ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പിറ്റേന്ന് കൃഷ്ണകൃപാ ബസ്സിൽ ചെന്നപ്പോൾ കല്യാണിക്കും പ്രജീഷിനും പകരം മറ്റു രണ്ടുപേരായിരുന്നു. അത്രയും നാളുകൾക്കിടെ അങ്ങനെ ഒരു പതിവില്ലാത്തതാണ്. ഒന്നുകിൽ കല്യാണി അല്ലെങ്കിൽ പ്രജീഷ്, ആരെങ്കിലും ഒരാൾ ലീവ് എടുക്കൂ. എന്തു പറ്റിയെന്ന് ക്ലീനർ മുരളിയോട് ചോദിക്കാമെന്ന് കരുതിയെങ്കിലും ആൻമരിയ സ്വയം നിയന്ത്രിച്ചു. എന്തിനു ചോദിക്കണം? അവർ തന്റെ ആരാണ്? പിന്നെയുള്ള കുറച്ച് ദിവസങ്ങൾ ബസ്സിൽ കല്യാണിയും പ്രജീഷും ഉണ്ടായിരുന്നില്ല. അവരെ കാണാനായിട്ട് തന്റെ ഉള്ളിൽ നിരാശ പടരുന്ന അത്ഭുതത്തോടെ അവൾ അറിഞ്ഞു. എന്താണ് അതിന് കാരണം? അറിയില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് അപ്രതീക്ഷിതമായി പ്രജീഷ് അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു അവൾ. പെട്ടെന്ന് മഴ പെയ്തതിനാൽ കാഷ്വാലിറ്റിയുടെ വരാതിൽ നിൽക്കവെയാണ് ഫാർമസിയിൽ നിന്നും മരുന്ന് വാങ്ങി വരുന്ന പ്രജീഷിനെ കണ്ടത്. ആ, താൻ പോയില്ലേ? സമയമല്ലോ. ആൻ പുഞ്ചിരിച്ചുകൊണ്ട് അടുത്തെത്തി. മഴയായതുകൊണ്ട് നിന്ന പ്രജീഷിനെന്താ ഇവിടെ? കുറച്ച് ദിവസമായി നല്ല പനി. നാട്ടിലെ ഡോക്ടറെ കാണിച്ച് മരുന്നഴിച്ച് നോക്കി, കുറഞ്ഞില്ല. അതാ ഇവിടെ വന്ന്. ഏട്ടന് പനിയായതുകൊണ്ടാണ് അനിയത്തി ലീവാക്കിയത്? പനി വീട്ടിൽ കൊണ്ടുവന്നതിന് അവളാ. 2 ദിവസം അവള് കിടന്നു. അവൾക്ക് മാറിയപ്പോഴേക്കും എനിക്ക് കിട്ടി. ഞങ്ങൾക്ക് വേറെ ആരും നോക്കാനില്ലല്ലോ, അതുകൊണ്ട് 2 ആൾ ലീവ് എടുത്തു. കുറച്ചു നേരം മൗനം. മഴ ശക്തമായി പെയ്യുകയാണ്. എടോ, താൻ ക്ഷമിക്കണം കേട്ടോ. എന്തിനാ പ്രജേട്ടാ? കല്യാണം എന്നോട് പറഞ്ഞേന്ന്. അതൊന്നും എൻ്റെ അറിവോടെ ഇല്ല. എനിക്ക് തന്നെ ഇഷ്ടമാണെന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ അത് പറയാമെന്ന് ഞാൻ അവളെ ഏൽപ്പിച്ചിരുന്നില്ല. ആ കുരിപ്പുരി എടുത്തിയാട്ടക്കാരിയാ. അതൊന്നും സാരമില്ല. പക്ഷെ വേണ്ട പ്രജേട്ടാ, ഈ പ്രണയം എന്നൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അതെങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. അമ്മച്ചിയും പിന്നെ കുറച്ച് ഏട്ടന്മാരോ എൻ്റെ ലോകം. അതൊക്കെ എനിക്കറിയാം. അപ്പൻ്റെ മരണശേഷം അമ്മച്ചിയും താനും ആ നാട്ടിലേക്ക് എത്തിയതും നൈറ്റ് റൈഡേഴ്സ് ക്ലബിലെ 11 പേരുടെ കുഞ്ഞനിത്യായതൊക്കെ. ആൾ ആശ്ചര്യത്തോടെ അവനെ നോക്കി. അമ്മച്ചിക്ക് തന്നെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, അതുപോലെ ആ ഏട്ടന്മാർക്കും. അതൊക്കെ മനസ്സിലായിട്ട് തന്നെയാ ഇത്രയും വർഷം ഒന്നും തുറന്നു പറയാതിരുന്നു. അതെ, എനിക്ക് ആ പ്രതീക്ഷകൾ തെറ്റിക്കാൻ കഴിയില്ല പ്രജിയേട്ട. വെറുതെ നിങ്ങളോട് യെസ് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കും. അവസാനം പിരിയേണ്ട സാഹചര്യം വന്നാൽ പ്രജിയേട്ടൻ സങ്കടപ്പെടും. അതിനെനിക്ക് താല്പര്യമില്ല. പക്ഷേ നിങ്ങൾ രണ്ടാളോടും എനിക്കൊരു ദേഷ്യമില്ല കേട്ടോ. കല്യാണിയോടും പറഞ്ഞേക്ക്. അന്ന് ബസ്സിൽ വെച്ച് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയത് ദേഷ്യം കൊണ്ടൊന്നല്ല. ഒരാൾക്ക് എന്നോട് പ്രണയാണെന്ന് കേട്ടതിൻ്റെ ഷോക്ക് കൊണ്ടാ. ആളും നിർത്തി. അനാവശ്യമായിട്ടൊരാഗ്രഹം പിന്നീട് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അതൊന്നും കല്യാണിക്ക് അറിയില്ല. എന്നാൽ എന്നെയും കല്യാണിക്കാളും പ്രായമുള്ള ഏട്ടന് അത് മനസ്സിലാവില്ലോ. നഷ്ടപ്പെടുന്നതിന്റെ വേദന എന്താണെന്ന് മറ്റാരെക്കാളും അറിയാവുന്ന കല്യാണിക്ക. പ്രജീഷ് പതിയെ പറഞ്ഞു. സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ട് കരയാൻ പോലും പറ്റാതെ നിൽക്കുന്ന കല്ലുമോളുടെ രൂപം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഒരുപാട് നാളെടുത്തു ആളെ ഒന്ന് ചിരിച്ചാണ്. അതും എൻ്റെ സന്തോഷത്തിന് വേണ്ടിയുള്ള അഭിനയം മാത്രമാണെന്ന് എനിക്കറിയാം. ഞങ്ങൾ മാത്രമുള്ള കുടുംബത്തിലേക്ക് താനും വരണം എന്നുള്ളൊരു കൊതി കൊണ്ട് ചെയ്താവും അവള്. ആൻമരിക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അത് വിട്ടേക്കണ, മറ്റേ ഞങ്ങൾ ബസ്സിലുണ്ടാവും. ആടെ വെച്ച് കാണാം. പോട്ടെ. ആള് വീട്ടിൽ തനിച്ച. മഴയെ വകവെക്കാതെ പ്രജീഷ് റോഡിലേക്ക് ഓടുന്നു നോക്കി ആൻമരി അവിടെ തന്നെ നിന്നു. പ്രജി, ആ കാന്താരിയോടെ? മതിലിനപ്പുറത്തു നിന്ന് വിഷ്ണു വിളിച്ച് ചോദിക്കുന്ന കേട്ട് ഒമ്പരത്തിരുന്ന് പത്രം വായിക്കുന്ന പ്രജീഷ് തലയുയർത്തി നോക്കി. ഈടുണ്ടല്ലോ, എന്താടാ? എന്റെ കൈ കിട്ടിയവളുടെ അന്ത്യാണെന്ന് പറഞ്ഞേക്ക്. വിഷ്ണു ദേഷ്യപ്പെട്ടു. ഒരുപാട് പെമ്പിളരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ദൈവത്തിന് എന്തോ അബദ്ധം പറ്റിയാണെന്നാ തോന്നുന്നേ. എനിക്കെന്താ കുഴപ്പം? ആദ്യത്തുനിന്ന് ഓടി വന്ന് കല്യാണി നടുവിന് കൈയും കൊടുത്ത് നിന്നു. നിനക്ക് കുഴപ്പമേ ഉള്ളൂ. അല്ല പിശാചേ, ഞാൻ നിന്നോട് എന്ത് തെറ്റായത് ഇങ്ങനെ ദ്രോഹിക്കാൻ? വിഷ്ണു, നീ ചൂടാവ കാര്യം പറയടാ. പ്രജീഷ് ഇടപെട്ടു. നീയൊന്നും അറിഞ്ഞില്ലല്ലേ? നിന്റെ പുന്നാരപ്പെങ്ങളെ രാവിലെ 6 മണിക്ക് ഇവിടെ വന്ന് എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. ഇന്ന് ലീവായതുകൊണ്ടേ 10 മണി വരെങ്കിലും ഉറങ്ങാന്ന് വെച്ചതാ. അത് പിന്നെയും പോട്ടെ നോക്കാം. ഇവൾക്ക് ആ സമയത്ത് ലൂഡോ കളിക്കണം പോലും. വേറെ വഴിയില്ലാതെ സമ്മതിച്ചു. 3 കളിയിൽ അവള് പൊട്ടിപ്പോയി. എന്റെ കഷ്ടകാലത്തിന് ഞാനൊന്ന് ചിരിച്ചു. കളിയാക്കിയെന്ന് പറഞ്ഞ് മോന്തെ വീർപ്പിച്ചോണ്ട് ഇവിടെ ഇറങ്ങിപ്പോയി. ഞാൻ സമാധാനത്തോടെ വീണ്ടും കിടന്നതാ. അപ്പോഴേ മനസ്സിൽ ചെറിയൊരു ഡൗട്ട് തോന്നിയതാ. ഇവളുടെ സ്വഭാവത്തിന് എനിക്ക് എന്തെങ്കിലും പണിയിരുന്ന് അതും ചെയ്തു വെച്ചിട്ടാ ചെകുത്താൻ അവിടേക്ക് വന്നതിന് ഇപ്പോഴാ ഇറങ്ങി. എന്ത് ചെയ്തടാ? ഞാൻ പുറത്തു പോകുമ്പോൾ ഇടാൻ വേണ്ടി ഇസ്തിരിട്ട് വെച്ചിരുന്ന ഷർട്ടും പാൻറ്റും എടുത്ത് വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്നു. പ്രജീഷ് കല്യാണി നോക്കി. ആളൊന്നും അറിയാത്തവൾ നിൽക്കുകയാണ്. ഉള്ളതാണോടി? കള്ളക്കളി കളിച്ചോ പോരാ, എന്നെ കളിയാക്കുകയും ചെയ്തു. അതുകൊണ്ട് ഏട്ടാ. ഇതൊക്കെ എപ്പോ ഒപ്പിച്ചു? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ഏട്ടൻ നല്ല ഉറക്കായിരുന്നു. 5 മണിയായപ്പോ ഉറക്കം ഞെട്ടി. ഇവിടെ ഒന്ന് ബോറടിച്ചു. അതുകൊണ്ടാ കാലിന്റെ അടുത്തേക്ക് പോയത്. ഈശ്വര. പ്രജീഷ് നെഞ്ചത്ത് കൈവച്ചു. ഇതിനെ ഞാൻ എന്താ ചെയ്യാ? എടി, നീ പുലർച്ചൊക്കെ അങ്ങോട്ട് പോകുന്ന ആരെയും കണ്ട എന്ത് വിചാരിക്കും? കാര്യം അവനെ കൊണ്ട് നിന്നെ കെട്ടിക്കാന്നൊക്കെ തീരുമാനിച്ചാ അത് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാൻ ചെയ്യാം. എന്നാൽ അവര് വേറെ വല്ലല്ലേ ചിന്തിക്കുക. ആരും കണ്ടില്ലേട്ടാ. ഗേറ്റ് വഴിയല്ല, മതിരിയാടിയാ പോയെ. അടിപൊളി. നീ കൊരങ്ങിന്റെ ജന്മാണോ?
ഇതിനാ പറയുന്നത് തല്ലി വളർത്തണമെന്ന്. എനിക്കതിന് കഴിഞ്ഞില്ല. അതിന്റെ കുറവ് നിനക്ക് നല്ലോണം ഉണ്ട്. ഇനി അധികം വൈകിക്കണ്ട. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം നടത്തണം. അത് ആങ്ങളെയും പെങ്ങളും മാത്രം തീരുമാനിച്ച പോരാ, എനിക്കൊന്നുകൂടെ ആലോചിക്കണം. ഇവളെ കെട്ടി വെറുതെ എന്തിനാ ജീവൻ തുറക്കുന്നത്? വിഷ്ണു പറഞ്ഞപ്പോൾ കല്യാണി ദേഷ്യത്തോടെ അവനെ നോക്കി. പട്ടി പട്ടി നിന്റെ അച്ഛൻ. മര്യാദക്ക് വേറെ ഷർട്ട് ഇസ്തിരിട്ട് തന്നോ? ഇല്ല. ഉറപ്പാണേ? അതെ. എന്നാ വേണ്ട, ഞാൻ ടൗണിലേക്ക് പോകുന്നുണ്ട്. നിന്നെയും കൊണ്ടുപോയിട്ട് ഒരു ബിരിയാണിക്ക് വാങ്ങി തന്ന് കറങ്ങിയിട്ട് വരാന്ന് കരുതിയതാ. സാരമില്ല, ഞാൻ അമ്മയെ കൂട്ടിക്കോളാം. അയ്യോ വേണ്ട, ഞാൻ ഇസ്തിരി 5 മിനിറ്റ് ചോറടുപ്പത്തിന്റെ അത് ഇറക്കി വെച്ചിട്ട് അങ്ങോട്ട് വന്നോളാം. അത് മാത്രം പോരാ, കുരുത്തക്കേട് കാണിച്ചതിന് സോറി പറയണം. പറ്റുമോ? സോറി വിഷ്ണുവേട്ടാ. വിഷ്ണുവേട്ടനോ? നീ കുറച്ചു മുമ്പ് അങ്ങനെയല്ലല്ലോ വിളിച്ച്. പറ്റിപ്പോയി. ഒന്നിനും ഞാൻ അച്ഛനമ്മയില്ലാത്ത കുട്ടിയല്ലേ. നിങ്ങളൊക്കെ ലാളിച്ച് വഷളാക്കിയതിന്റെയാ. ക്ഷമിക്ക്. അതിനും കുറ്റം ഞങ്ങൾക്ക്. നീ കേൾക്കുന്നില്ലേ ഋചി? എന്ത് ചെയ്യാനാടാ? ഇതിനെ കൊല്ലാൻ പറ്റുമോ? നീ എത്രയും പെട്ടെന്ന് ഒരു താലിയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. എന്നാ എന്റെ തലവേദന ഒഴിവായല്ലോ. അയ്യോ എന്റെ ചോറ്. കല്യാണി അകത്തേക്ക് ഓടി. ശ്യാമേച്ചിയോട് വിഷ്ണു അടുക്കളയിലുണ്ട്. നീ എന്താ പരിപാടി? വരുന്ന ഞങ്ങളോടൊപ്പം? ഇല്ലടാ, ഉച്ചക്ക് ഹംസക്കയുടെ വീട്ടിലൊന്ന് പോകണം. ചിട്ടിക്കാശിന് തരാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ അതിന് ഇവൾക്കൊരു സ്വർണ്ണമോതിരം മോപുതിയും വാങ്ങിച്ചു കൊടുക്കാനാ. ഇതാണ് നിന്റെ പ്രശ്നം. എടാ ഉള്ളൊക്കെ അവൾ കൊടുത്താ നിനക്കൊന്നും വേണ്ടേ? ഭാവിയിലേക്ക് ഒരു സമ്പാദ്യം ഇല്ലാതെ എല്ലാം അനിയത്തി കൊടുക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമില്ല. അവൾക്കൊരു താലിമാല കൊടുക്കാനുള്ള പൈസക്ക് ഞാനുണ്ടായിക്കോളാം. അത് മാത്രം മതി. ഒരു തരി പൊന്നുപോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതറിയാം വിഷ്ണു. ഇതൊക്കെ എൻ്റെ ഒരു സന്തോഷത്തിന് ഇന്നാ. എനിക്ക് അവള് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഞാനാരാ? ഇനി സംസാരിച്ചാലേ നമ്മൾ തമ്മിൽ തെറ്റും. വിഷ്ണു തന്റെ വീടിനകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും ഡ്രസ്സ് മാറി മുടി ചെയ്തുകൊണ്ട് കല്യാണിയോടേക്ക് വന്നു. ഏട്ടാ ചോറ് റെഡി. ഇന്നലത്തെ മീൻകറി ഫ്രിഡ്ജിലുണ്ട്, അന്ന് ചൂടാക്കണേ. നീ കുളിച്ചോടി? ഇന്നലെ രാത്രി കിടക്കുമ്പോൾ കുളിച്ചാ. എപ്പോഴും കുളിച്ചാലേ എനിക്ക് ജലദോഷം വരും. കഷ്ടം. പോയിട്ട് വരാട്ടോ. ആൾ പ്രജീഷിന്റെ കവിളിൽ ഒരു ഉമ്മ സമ്മാനിച്ചുകൊണ്ട് വേഗത്തിൽ അപ്പുറത്തെ വീടിന്റെ ഗേറ്റ് ലക്ഷ്യമാക്കി ഓടി. ആളൊന്നും കല്യാണിയുടെ കലവിലെ സംസാരം കേൾക്കാമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആളും വിഷ്ണുവും കയറി ബൈക്ക് റോഡിലൂടെ പാഞ്ഞുപോയി. പ്രജീഷ് പത്രം മടക്കി വെച്ച് ഉമ്മറത്ത് മറന്നു കിടന്നു. എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ കടന്നുപോയത്. അവന് അത്ഭുതം തോന്നി. അന്ന് ഇതൊരു പഴയ തറവാട് വീടായിരുന്നു. ഓടുകൾക്കിടയിലൂടെ മഴവെള്ളം അകത്തേക്ക് വീഴുന്ന പുക നിറയുന്ന ഒരു വീട്. അമ്മയുടെ വയറ്റിലെ ഒരു കുഞ്ഞു ജീവനും കൂടി വളരുന്നുണ്ടെന്നറിഞ്ഞ് സന്തോഷത്തോടെ തുള്ളിച്ചാടുന്ന ഒരു കുട്ടിയെ പ്രജീഷ് മനസ്സിൽ കണ്ടു. മുഖം വ്യക്തമല്ല. വെറുപ്പ് കൊണ്ട് മറക്കാൻ ശ്രമിക്കുന്ന ഭൂതകാലം മങ്ങി തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ മാത്രം എന്താണുള്ളത്? മൂത്ത മകനെയും മുലകുടി മാറാത്ത രണ്ടാമത്തെ മകളെയും ഉപേക്ഷിച്ച് അലങ്കരിച്ച വെളുത്ത അംബാസഡർ കാറിൽ പുതിയ ഭർത്താവിനൊപ്പം തിരിഞ്ഞു നോക്കുപോലും ചെയ്യാതെ യാത്രയാകുന്ന അമ്മയെയോ, അതോ അമ്മ വീട്ടിൽ അധികപ്പറ്റായ 2 കുരുന്നുകളെയും കൊണ്ട് ഇവിടേക്ക് വന്ന അച്ചമ്മയുടെ പരാതി പറച്ചിലോ? അച്ചമ്മ സുലോചനയ്ക്ക് ഒരിക്കലും മാതാപിതാക്കളില്ലാത്തതിന്റെ കുറവറിയിക്കാതെ 2 കുഞ്ഞുങ്ങളെയും വളർത്താൻ കഴിഞ്ഞിട്ടില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റൽ ക്ലീനിങ് സ്റ്റാഫായിരുന്നവർ ഭക്ഷണവും വിദ്യാഭ്യാസവും വർഷത്തിൽ 1-2 വസ്ത്രങ്ങൾ അവർക്ക് നൽകി. പക്ഷേ സ്നേഹം നൽകാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് പ്രജീഷിനും കല്യാണിക്കും നൽകിയത് ശ്യാമയായിരുന്നു, വിഷ്ണുവിന്റെ അമ്മ. തന്റെ മകനെ പോലെ തന്നെയാണ് അവർ ആ 2 കുട്ടികളെയും കണ്ടത്. പോണ്ടിച്ചേരിയിൽ ബാങ്ക് ജീവനക്കാരിയായിരുന്നവർ അത് മതിയാക്കി ആ നാട്ടിൽ താമസമാക്കിയിട്ട് അധിക നാളായിരുന്നില്ല. അമ്മയും അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങളല്ലേ സുലേജനേച്ചി, അവരെന്തിനെങ്ങനെ വഴക്ക് പറയുന്നേ? ഇടയ്ക്ക് ശ്യാമ അവരെ ഉപദേശിക്കും. അമ്മ ചത്തിട്ടൊന്നുമില്ല ശ്യാമി, മറ്റൊരു തന്നെ കൂടെ സൂഹിക്കുകയല്ലേ. എന്റെ മോനാ നശിച്ചവളെ കല്യാണം കഴിച്ച അന്ന് മുതൽ തുടങ്ങിയ കഷ്ടകാലം. ആയുസ് എത്താതാവൻ പോയി. എനിക്ക് മാത്രം നഷ്ടം. ഇതുങ്ങൾ അവിടെ വീട്ടിൽ പട്ടിണി കിടന്ന് നാട്ടുകാർ പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിങ്ങോട്ട് കൊണ്ടുവന്ന, അല്ല സ്നേഹം മൂത്തിട്ടൊന്നുമല്ല. പെറ്റമ്മയ്ക്കില്ലാത്ത സ്നേഹം എന്തിനാ അച്ഛൻ്റെ അമ്മയ്ക്ക്? എൻ്റെ കടമ ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ആരുടെ വാക്കിൽ കേട്ട് അനിയത്തി ഉറക്കിയായിരുന്ന പ്രജീഷിന്റെ ഉള്ളം വിങ്ങി. അവരെ ആശ്രയിക്കാതെ ജീവിക്കണമെന്ന ചിന്ത അന്നായിരുന്നു ആദ്യമായി അവന് കടന്നു വന്ന്. മോൻ വിഷമിക്കേണ്ട, എന്താവശ്യമുണ്ടെങ്കിലും ശ്യാമേച്ചിയോട് പറഞ്ഞാൽ മതി കേട്ടോ. പലപ്പോഴും ശ്യാമ അവനെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കും. വിഷ്ണു അതുപോലെ തന്നെ കല്യാണിയുടെ കൈ പിടിച്ച് സ്കൂളിലേക്ക് അവനും ഉണ്ടാവും. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ആ ഒരു 2 ശ്യാമയുടെ വീട്ടിലായതിനാൽ അച്ചമ്മയുടെ ശകാരം കേൾക്കേണ്ടി വരുന്ന കുറഞ്ഞു. ഹൃദയാഘാതം മൂലം സുലോചന മരണപ്പെട്ടപ്പോഴും പ്രജീഷും കല്യാണിയും തളരാതിരുന്ന് അവർക്ക് താങ്ങായി ശ്യാമ കൂടെ ഉള്ളതുണ്ടായിരുന്നു. അവർക്ക് ആവശ്യമുള്ളതൊക്കെ ശ്യാമ നൽകുമെങ്കിലും സ്കൂൾ അവധിയുള്ളപ്പോൾ പ്രജീഷ് തന്നെ കൊണ്ട് കഴിയുന്ന ജോലികൾക്ക് പോയി കാശ് സമ്പാദിക്കും. ശ്യാമ തടഞ്ഞില്ല. സ്വയം പര്യാപ്തം നേടാൻ അതവനെ സഹായിക്കുമെന്ന് അവൾക്ക് തോന്നി. പിന്നീട് വിഷ്ണുവും അവന്റെ കൂടെ പണിക്ക് ഇറങ്ങി തുടങ്ങി. ക്വാറിയിലേക്ക് വരുന്ന ലോറികൾ കഴുകി കൊടുക്കാനും മുസ്തഫാജിയുടെ തോട്ടത്തിലെ ചെറിയ പണികൾക്കും വൈകിട്ട് കവലയിലെ തട്ടുകടയിൽ സഹായത്തിനുമെല്ലാം ആ 2 കൗമാരക്കാർ ഒരുമിച്ച് ഉണ്ടാവും. ഇടയ്ക്ക് ശ്യാമ 3 പേരെയും കൂട്ടി ടൗണിലേക്ക് പോകും. പാർക്കിലോ ബീച്ചിലോ ഒന്ന് കറങ്ങി ഭക്ഷണം കഴിച്ചാണ് തിരിച്ചു വരിക. ഭർത്താവ് നഷ്ടപ്പെട്ടവർക്ക് ആ 3 കുഞ്ഞുങ്ങളായിരുന്നു എല്ലാം. ഒരു ഞായറാഴ്ച പതിപോലെ കറങ്ങാൻ ടൗണിലെത്തിയതാണ് ശ്യാമയും കുട്ടികളും. അന്ന് പ്രജീഷും വിഷ്ണു 9ാം ക്ലാസ്സിലാണ്, കല്യാണി 6ലും. ഒരു സിനിമ കണ്ടിറങ്ങി അടുത്തുള്ള ഹോട്ടലിൽ അവർ കയറി.
എനിക്ക് മസാല ദോശ മതി ശ്യാമേച്ചി, കല്യാണി പറഞ്ഞു. അതിനെന്താ, വാങ്ങിത്തരാലോ. നിങ്ങൾക്ക് രണ്ടാൾക്ക് എന്താ വേണ്ടത്? എനിക്ക് പൊറോട്ടയും ചിക്കനും, വിഷ്ണു പറഞ്ഞു. നിനക്കോ പ്രജി? ചായ മാത്രം മതി. അതായിരുന്നു പ്രജീഷിന്റെ സ്വഭാവം. തനിക്കും അനിയത്തിക്കും വേണ്ടി വിഷ്ണുവിന്റെ അമ്മ പൈസ ചെലവാക്കുന്നതിൽ അവന് സങ്കടമുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ചെലവുകൾ ചുരുക്കാൻ അവൻ ശ്രമിക്കും. അത് പറ്റില്ല. മസാല ദോശ വേണോ, പൊറോട്ട വേണോ, അതോ വേറെ വല്ലതും വേണോ? ആരൊന്നും മിണ്ടിയില്ല. ഒടുവിൽ ശ്യാമ അവനും പൊറോട്ടയും ചിക്കനും ഓർഡർ ചെയ്തു. മറ്റുള്ളവർ ആഹാരം കഴിക്കവേ ഹോട്ടലിന്റെ മൂലയിലേക്കുള്ള ടേബിളിലേക്ക് നോക്കി പ്രജീഷ് വെറുതെ ഇരിക്കുന്ന ശ്യാമ ശ്രദ്ധിച്ചു. ആളും അങ്ങോട്ട് നോക്കി. ഒരു സ്ത്രീയും പുരുഷനും പിന്നെ ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. സ്ത്രീ തന്റെ പ്ലേറ്റിൽ നിന്നും ചിക്കൻ പീസ് എടുത്ത് ആ പെൺകുട്ടിക്ക് നൽകുന്നു. പിന്നെ എന്തോ തമാശ പറഞ്ഞ് മൂന്നുപേരും ചിരിക്കുന്നു. ശ്യാമ വീണ്ടും പ്രജീഷിനെ നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. തനിക്ക് കിട്ടാതെ പോയ മാതാപിതാക്കളുടെ സ്നേഹത്തെക്കുറിച്ചാവും അവൻ ചിന്തിക്കുന്നതെന്ന് ശ്യാമ ഊഹിച്ചു. ആളവൻ്റെ മുമ്പിലെ പൊറോട്ട ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടു. പിന്നെ അതിൽ നിന്നൊരെണ്ണം കറിയിൽ മുക്കി അവൻ്റെ നേരെ നീട്ടി. വാ തുറക്ക്. വേണ്ട, ഞാൻ കഴിച്ചോളാം. പറഞ്ഞ അനുസരിക്ക് പ്രജി. അവൻ വാ തുറന്നു. പൊറോട്ട കഷ്ണം അവൾ പ്രജീഷിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. മോനിപ്പോൾ തീരെ ചെറിയ കുട്ടിയല്ല. കല്ലുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി നീ ഇങ്ങനെ തളർന്നാലോ? പണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൂടെയുണ്ടെന്ന്, ഇല്ലേ? അവൻ തലയാട്ടി. അപ്പം ഇനി മേലെ വിഷമിക്കരുത് കേട്ടല്ലോ. എങ്കിലും കഴിക്ക്. എനിക്ക് വേണം ശ്യാമേച്ചി. കല്യാണി മുന്നോട്ട് ആഞ്ഞിരുന്ന് വാ തുറന്നു. അവരവളുടെ വായിലും വെച്ചു കൊടുത്തു. അപ്പം ഞാൻ വെള്ളപ്പൊക്കത്തിൽ ഒഴിക്കുമെന്നാണോ? എനിക്കും വേണം. വിഷ്ണു തന്റെ വായ പരമാവധി തുറന്നു പിടിച്ചു. വിഷ്ണുവിന്റെ ഞാൻ തന്നോളാം. കല്യാണി പൊറോട്ടയുടെ വലിയൊരു പീസ് പൊട്ടിച്ചെടുത്ത് അവന്റെ വായിൽ കുത്തിത്തിരികെ. നീ ആളെ കൊല്ലുടി കുരിപ്പേ. അത് ചവച്ചെറുക്കാൻ പാടുവിടുന്ന വിഷ്ണുവിനെ കണ്ട് കല്യാണിയും ശ്യാമയും പൊട്ടിച്ചിരിച്ചു. വൈകുന്നേരം നാട്ടിലേക്കുള്ള ബസ് യാത്രയിലും പ്രതീഷിന്റെ മുഖം മ്ലാനമായിരുന്നു. അവൻ ശ്യാമയുടെ അടുത്താണ് ഇരിക്കുന്നത്. തൊട്ടുമ്പിലെ സീരിയൽ കല്യാണി വിഷ്ണുവിനോട് വാതോരാ സംസാരിക്കുന്നുണ്ട്. അന്ന് സിനിമയെക്കുറിച്ചാണ് ചർച്ച. എന്തു പറ്റി മോനെ? ഒന്നുമില്ല. ഹോട്ടലിലെ കാര്യം ഓർത്തിട്ടാണോ? ഏതോ ആണും പെണ്ണവരുടെ മക്കളുടെ കൂടെ ഭക്ഷണം കഴിച്ചു. അതിനെന്തത്ര സങ്കടപ്പെടാൻ? അത് ഏതോ ഒരു പെണ്ണല്ല ശ്യാമേച്ചി, അതാ ഞങ്ങളുടെ അമ്മ. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശ്യാമ പകപ്പോടെ അവനെ നോക്കി. എന്താ മോനെ നീ പറയുന്നേ? സത്യം, എന്നെയും കലുവിനെയും പ്രസവിച്ച അവരാ. രണ്ടു മക്കളെ ഉപേക്ഷിച്ചതിൻ്റെ യാതൊരു കുറ്റബോധമില്ലാതെ അവർ ചിരിക്കുന്നുണ്ടപ്പോൾ സാധിച്ചില്ല. ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്ത്? മക്കളെ വളർത്താൻ പറ്റാത്തവര് അവരെ പ്രസവിക്കരുതായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും തന്നെ ഞങ്ങളെ കൊന്നിട്ട് വേറെ കല്യാണം കഴിക്കണമായിരുന്നു. ഇതിപ്പോ ജനിച്ചും പോയി. ദേഷ്യവും സങ്കടവും കടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി അവന്റെ ചുണ്ടുകൾ വിറകൊണ്ടു. അവർക്കിന്ന് ഭർത്താവുണ്ട്, മോളുണ്ട്, മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ട്. ഞങ്ങൾക്കോ രാത്രി അമ്മയെന്ന് വിളിച്ച് കരയുന്ന കല്ലുവിനെ കെട്ടിപ്പിടിച്ച് എത്ര രാത്രി ഞാൻ ഉറങ്ങാതിരുന്നുണ്ടെന്ന് ശ്യാമേച്ചിക്ക് അറിയോ? അച്ഛമ്മ കൊണ്ട് പറയുന്നത് ശരിയാ. ആണിന്റെ ചൂടിൽ ആ സ്ത്രീക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ അച്ഛൻ മരിച്ചുകൊണ്ടേ വേറൊരുത്തൻ്റെ കൂടെ പോയത്. ഒരു 9ാം ക്ലാസ്സുകാരന്റെ വാക്കുകൾ ശ്യാമൻ നടുങ്ങി. മോനെ അങ്ങനെയൊന്നും പറയില്ലേ? അവർ അപേക്ഷിച്ചു. പറയൂ ശ്യാമേച്ചി, നഷ്ടം എനിക്കും എൻ്റെ അനിയത്തിക്കുക. ഇത്രയും വർഷമായിട്ട് ഒരിക്കലെങ്കിലും ഞങ്ങൾ അന്വേഷിച്ചവർ വന്നോ? എൻ്റെ കാര്യം പോട്ടെ, കല്ലു അതൊരു പെൺകുട്ടിയല്ലേ? ഇപ്പോഴത്തെ മോളെ കുഞ്ചിക്കുമ്പോൾ പണ്ടൊരു പെൺകുഞ്ഞിനെ ഉപേക്ഷിച്ച് നേടിയെടുത്താണ് ഈ ജീവിതം എന്ന് അവരൊരിക്കലും പോലും തോന്നിയിട്ടുണ്ടാവില്ലേ? ഉള്ളിലൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരിക്കൽ അവർ കാണാൻ വരുന്നു. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത്. അമ്മയോട് ക്ഷമിക്കും മക്കളെ എന്ന് പറയുന്നു. അവരുടെ കൂടെ പോവാനോ ഒരുമിച്ച് ജീവിക്കാനൊന്നല്ല, ഞങ്ങൾ ഒഴിവാക്കിയ തെറ്റായതെന്ന് കേൾക്കാൻ വേണ്ടി മാത്രം. അവരത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ മാപ്പ് കൊടുത്തേനെ. പക്ഷേ ഇല്ല. അവനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ശ്യാമക്ക് അറിയില്ലായിരുന്നു. അടുത്തുനിന്ന് നല്ല ചീത്ത വിളിക്കണമെന്ന് എഴുതിയതാ. പക്ഷെ അവരാണ് അമ്മയെന്ന് കല്ലു അറിയും. ആളെന്തിനാ വിഷമിപ്പിക്കുന്നത്? പ്രതീക്ഷ കണ്ണുകൾ തുടച്ചു. ശ്യാമേച്ചി പറഞ്ഞത് ശരിയാ. എനിക്കും കല്ലുവിനും ശ്യാമേച്ചിയും വിഷ്ണുവുണ്ട്. അത് മതി. ഞങ്ങളുടെ അമ്മ ചത്തു. അങ്ങനെ സമാധാനിച്ചോളാം. ഇക്കാര്യം കല്ലുവിനോട് പറയണ്ട. അവൾ കരയുന്ന കാണാൻ പറ്റാത്തോണ്ടാ. ശ്യാമാനെ ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. 14 വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിലും അവന്റെ മനസ്സ് പക്വതയുള്ള ഒരു പുരുഷന്റേതാണ്. അനിയത്തി അതിരറ്റ് സ്നേഹിക്കുന്ന ഒരു ഏട്ടൻ. ഒരർത്ഥത്തിൽ അവൾക്ക് വേണ്ടിയാണ് അവൻ ജീവിക്കുന്നത് പോലും. ഒരു മിഠായി കിട്ടിയാൽ അതിന്റെ പാതി കല്യാണി കൊടുത്തില്ലെങ്കിൽ അവന് സമാധാനം ഉണ്ടാവില്ല. കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും മാറ്റിവെച്ച പണം കൊണ്ട് ഒരു വെള്ളിക്കുലിസ് കല്യാണിക്ക് വാങ്ങിയത് 2 ദിവസം മുമ്പാണ്. അവളുടെ ഓരോ കാര്യങ്ങളും അതീവ ശ്രദ്ധയോടെ അവൻ ചെയ്യുന്നുണ്ട്. കല്യാണിക്കും ഏട്ടനെന്ന് പറഞ്ഞാൽ ജീവനാണ്. എത്ര വഴക്കുണ്ടാക്കിയാലും പിണങ്ങിയാലും രാത്രി ഏട്ടൻ്റെ നെഞ്ചിൽ തലവെച്ചേ അവൾ ഉറങ്ങാറുള്ളൂ. എന്ത് സാഹചര്യത്തിൻ്റെ പേരിലായാലും ഈ 2 കുട്ടികളെ ഉപേക്ഷിച്ചു പോയ സ്ത്രീയോട് ശ്യാമയ്ക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. കാലം പിന്നെയും കടന്നുപോയി. പഠിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ +2 കഴിഞ്ഞോടെ വിഷ്ണു തൻ്റെ പാഷനായ ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ അവൻ ആ ഫീൽഡിൽ മുന്നേറി.
ടൗണിൽ ശ്യാമയുടെ സഹായത്തോടെ അവനൊരു സ്റ്റുഡിയോ ആരംഭിച്ചു. പ്രജീഷിന് ഡ്രൈവിങ്ങിനോടായിരുന്നു താല്പര്യം. ശ്യാമയുടെ കൂട്ടുകാരുടെ ഭർത്താവിന്റെ കൂടെ ആദ്യം ലോറി ക്ലീനറായി പോയി തുടങ്ങിയ പ്രജീഷ് പിന്നീട് ഒരു ടിപ്പർ ലോറി സ്ഥിരം ഡ്രൈവറായി. വിദേശത്തേക്ക് പോകാൻ പലതവണ അവസരങ്ങൾ കിട്ടിയെങ്കിലും കല്യാണി പിരിയാൻ അവന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കി. ഒരു രൂപ പോലും പാഴാക്കാത്ത സ്വഭാവമുള്ളതിനാൽ തന്നെ പടിപടിയായി അവൻ പഴയ തറവാട് പുതുക്കി പണിതു. അമ്മയെക്കുറിച്ചുള്ള ചിന്ത അവന്റെ മനസ്സിൽ നിന്നും പാടെ അപ്രത്യക്ഷമായിരുന്നു. പ്രായം കൂടുന്തോറും മൂവരുടെയും കൂട്ടുകെട്ടും ദൃഢമായി. രാത്രി പ്രജീഷ് ജോലി കഴിഞ്ഞു വരുന്നവരെ കല്യാണി ശ്യാമയുടെ വീട്ടിലായിരിക്കും. മിക്കവാറും വിഷ്ണുവാണ് ആദ്യം എത്തുക. ആൾ വീട്ടിൽ കാണുമെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും പലഹാരം അവന്റെ ബാഗിലുണ്ടാവും. അഥവാ അത് മറന്നുപോയെങ്കിൽ പിന്നീട് അവിടെ യുദ്ധം തന്നെയായിരിക്കും. അവൾ എത്ര തന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചാലും തിരിച്ചു നോക്കാൻ വിഷ്ണുവിന് സാധിച്ചിരുന്നില്ല. ഹോ, നിന്റെ അച്ഛന്റെ പേര് ചാക്കിജാനെന്നാണോ പ്രജി? പിശാചി തള്ളുമ്പൊരു വേദന. കല്യാണിയുടെ ഇടികൊണ്ട് വയർ തടവിക്കൊണ്ട് ഒരു ദിവസം രാത്രി വിഷ്ണു ചോദിച്ചു. പ്രജീഷിന്റെ വീട്ടിലായിരുന്നു അവൻ. ശ്യാമ അവരുടെ അനിയത്തിയുടെ കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയതിനാൽ അന്ന് വിഷ്ണു പ്രജീഷിന്റെ കൂടെ തങ്ങാൻ തീരുമാനിച്ചതാണ്. എന്തോ നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കി മുറിയിലേക്ക് പോയ കല്യാണി എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ആളൊന്ന് ഡിഗ്രി 1ാം വർഷമാണ്. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ വിഷ്ണു? ഇതാണോ സ്നേഹം? അപ്പൊ നിന്നോട് എൻ്റെ അമ്മയോട് നമുക്ക് സ്നേഹമില്ലേ? നിങ്ങളിങ്ങനെ ദ്രോഹിക്കുന്നില്ലല്ലോ. ഞങ്ങളോട് ഉള്ളതായിരിക്കില്ലടാ നിന്നോട്. നീ ഏതാ പ്രജി ഉദ്ദേശിച്ച്? എനിക്ക് മനസ്സിലായില്ല. പ്രജീഷ് അവനെ നേരെ തിരിഞ്ഞത് ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ആശുപത്രിയിൽ ഒരു തുണിയിൽ പൊതിഞ്ഞ് പുറത്തു കൊണ്ടുവന്ന ദിവസം തൊട്ട് കാണാൻ തുടങ്ങിയത് അവളെ ഞാൻ. നിന്നെ എൻ്റെ 5ാം വയസ്സ് മുതലും. എന്നോട് കള്ളം പറയേണ്ട ആവശ്യമില്ല വിഷ്ണു. അത് കേട്ടത് വിഷ്ണു പതറി. പ്രജീഷിന്റെ നോട്ടം നേടാനാവാതെ അവൻ തലകുനിച്ചു. എന്നേക്കാൾ കൂടുതൽ നീ അവളെ സ്നേഹിച്ചിരുന്നു. അന്നത്തെ സ്നേഹമല്ലേ ഇന്ന്. അതിന്റെ അർത്ഥം മാറി. പ്രജി ഉള്ളതല്ലേ? കൂട്ടുകാരൻ അനിയത്തിയായിട്ടോ അതോ കൂടപ്പിറപ്പിനെ പോലെയാണോ നീ അവളെ കാണുന്നു? വിഷ്ണു മിണ്ടിയില്ല. പണ്ട് മുതൽ എന്ത് കാര്യമാണെങ്കിലും നീ എന്നോട് പറയും. പക്ഷെ ഇത്രയും വലിയൊന്നും മറച്ചു വെക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? പ്രജി പ്ലീസ്. വിഷ്ണു അവന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് കെഞ്ചി. നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനൊരു ചതിയനായി പോയ പോലെ. എടാ, ഞാനങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. വേറെ ഇഷ്ടമൊന്നുമല്ല. എൻ്റെ പ്രാണനാക്കല്ല്. എപ്പോൾ മുതൽ അങ്ങനെയൊക്കെ തോന്നി തുടങ്ങിയതൊന്നും അറിയില്ല. പക്ഷേ അവളില്ലാതെ എനിക്ക് പറ്റില്ല പ്രജി. നീ വേണമെങ്കിൽ എന്നെ തല്ലിക്കോടാ. മനഃപൂർവ്വം മറച്ചു വെച്ച് തന്നെയാ. കാരണം എനിക്ക് തോന്നിയ ഇഷ്ടം അവൾക്കില്ലെങ്കിൽ പിന്നെ അവളെയും നിന്നെയും ഞാനെങ്ങനെയാണ് ഫേസ് ചെയ്യുക? അവൾ നിന്റെ അതേ സ്ഥാനം മാത്രമേ എനിക്ക് തരുന്നുള്ളെങ്കിൽ ഇതൊക്കെ വെറുതെ ആവില്ലേ? ആദ്യം അമ്മയുടെ കാര്യം അവതരിപ്പിച്ച് അതിനുശേഷം നിന്നോട് പറയാൻ എഴുതിയിട്ടാ. അല്ലാതെ കൂടെ നടന്ന് പുറകിൽ നിന്ന് കുത്തിയതല്ലടാ. വിഷ്ണുവിന്റെ ശബ്ദമിടറി. തെറ്റാണോ ശരിയാണോ എന്നറിയാതെ കുറെ നാളായി ഞാൻ ഒരുങ്ങുന്നു. എനിക്ക് നീ അവളും എന്നും എൻ്റെ കൂടെ വേണം പ്രജി. ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയിട്ട് അത് തുറന്നു പറയാത്ത നീ ഒരു പേടിത്തൊണ്ടെന്ന് തന്നെ. പ്രജീഷ് ചിരിച്ചു. എടാ, നിനക്കുള്ള പോലെ തന്നെ അവൾക്ക് നിന്നോടുണ്ടെങ്കിലോ? വിഷ്ണു ആശ്ചര്യത്തോടെ അവനെ നോക്കി. എന്ന് അവള് പറഞ്ഞു. അത് പറയണോ? എടാ, നിന്റെ സ്റ്റുഡിയോയിൽ വരുന്ന പെണ്ണുങ്ങളോട് നീ സംസാരിക്കുന്നതിന്റെ പേരിൽ അവൾ നിന്നോട് വഴക്കിട്ടിട്ടില്ലേ? കുറച്ചു ദിവസം മുമ്പ് അനൂപിന്റെ അനിയത്തി സംഗീതം നീ ബൈക്കിൽ കയറ്റിയതിന് അവിടെ എന്തൊക്കെ ബഹളവുണ്ടാക്കി. പെട്ടെന്നുള്ള ബസ് സമരം കാരണം വേറെ വണ്ടി കിട്ടാനായിട്ട് അവളെ വീട്ടിൽ വിട്ടാണ് പറഞ്ഞിട്ട് പോലും കല്ലു അടങ്ങിയോ? നിന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചിട്ടാ ആ പ്രശ്നം അവസാനിച്ച്. ഈ കുശുമ്പെന്തിനാണെന്ന് ചിന്തിച്ചു നോക്ക്. പ്രജീഷ് അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അവൾക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ് വിഷ്ണു. ആ മനസ്സെനിക്ക് കാണാൻ പറ്റും. ഞാൻ അവളുടെ ഏട്ടൻ മാത്രമല്ല, അച്ഛനും കൂടിയാ. എല്ലാം അവൾ ഉള്ളിൽ അടക്കി വെക്കുന്ന എന്നെ പേടിച്ചിട്ടല്ല, എനിക്ക് വിഷമാവെന്ന് കരുതിയിട്ടാ. പക്ഷെ നീ അവളെ വിവാഹം ചെയ്യുന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. നിന്നേക്കാൾ നല്ലൊരുത്തനെ ഞാൻ അവൾക്ക് എങ്ങനെ കണ്ടെത്തി കൊടുക്കാനാടാ? അമ്മയുടെ സ്നേഹം ഞങ്ങൾക്ക് തന്നതേ ശ്യാമേശിയാ. നിന്റെയും ശ്യാമേശിനും കൂടെ അവൾ എന്നും ഹാപ്പി ആയിരിക്കും. എനിക്ക് അത് മതിയടാ. പ്രജി, നിനക്കെന്നോട് വെറുപ്പൊന്നുമില്ലേ? ഇല്ലല്ലോ. പക്ഷെ നിന്റെ ബന്ധുക്കളൊക്കെ സമ്മതിക്കുമോ? എനിക്ക് നിന്റെയും പിന്നെ നിന്റെ അമ്മയുടെയും സമ്മതം മാത്രം മതി. പക്ഷെ കല്യാണം ഇപ്പോൾ വേണ്ട. ഇവളുടെ പഠിത്തം കഴിയട്ടെ. ഇനിയും തുടർന്നു പിടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കാത്തിക്കാൻ തയ്യാറാണ്. ആദ്യം ഡിഗ്രി പൂർത്തിയാക്കുമെന്ന് നോക്കാം. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പഠിത്തമൊക്കെ അലമ്പാ. ഏതായാലും നാളെ ശ്യാമേച്ചി വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. വാ, നേരെ കുറെ കിടക്കണ്ടേ? ആൻ വിഷ്ണുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കല്ലുറങ്ങിയെന്ന് തോന്നുന്നു. ഓലക്ക, നിനക്ക് അവളുടെ സ്വഭാവമില്ല ഇഷ്ടം. ഞാനും നീയും സംസാരിക്കുന്ന മൊത്തം ശ്വാസം വിടാതെ ഒളിഞ്ഞു കേൾക്കുന്നുണ്ടാവും. ഇപ്പൊ എന്തായാലും പുറത്തേക്ക് വരില്ല. രണ്ടുപേരും പ്രജീഷിന്റെ മുറിയിലേക്ക് നടന്നു. ആൻ പറഞ്ഞ സത്യമായിരുന്നു. അത്രയും നേരം സംഭാഷണം കേട്ട് വാതിലിനരികിരിക്കായിരുന്നു കല്യാണി. ആൾക്ക് തന്റെ ഏട്ടനോട് അതിരറ്റ സ്നേഹവും ബഹുമാനവും തോന്നി. ഒരു വാക്ക് പോലും പറയാതെ തന്റെ മനസ്സ് വായിക്കാൻ ഏട്ടന് മാത്രമേ കഴിയൂ. വിഷ്ണുവിനോടുള്ള ഇഷ്ടം പ്രണയമായി മാറിയിട്ട് വർഷങ്ങളായെങ്കിലും അതെല്ലാം പണിപ്പെട്ട് ഉള്ളിലൊതുക്കി വെച്ചതാണ്. തന്റെ മോഹം കാരണം ആ രണ്ട് കൂട്ടുകാരും പിരിയുമോ എന്ന ഭയം, അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ശ്യാമേച്ചി വെറുക്കുമോ എന്ന ചിന്ത. പക്ഷെ ഏട്ടനെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. ഓടിച്ചെന്ന് ഏട്ടനെ കെട്ടിപ്പിടിച്ച് കരയാൻ തോന്നിയെങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ച് മിഴികൾ തുടച്ച ശേഷം ബെഡിൽ ചെന്ന് കിടന്നു.
തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.